യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുള്ള ചിന്തയില്ല. ജീവമന്നാതെന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട, നിശ്ചയമായി ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാം എനിക്കഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 97 മുതൽ 104 വരെയുള്ള വചനങ്ങൾ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കൽ ഉണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാൻ ആകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവൻ ആകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവൻ ആകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. പാപം ചെയ്യാതെ തടുത്തു എന്നതിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒരു വചനം നമുക്ക് ചിന്തിക്കാം. അതിനായി, ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ, അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഉൽപ്പത്തി 20:5-6 വാക്യങ്ങൾ. അബീമേലെക്ക് ഒരു ജാതീയ രാജാവ് ആയിരുന്നു. അബ്രഹാമിനെ പോലെ ദൈവ തേജസ്സിന്റെ ദർശനമൊന്നും അവനുണ്ടായിരുന്നില്ലെങ്കിലും ഒരു വലിയ ദൈവഭയം അവനുണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അബീമേലെക്ക് അറിഞ്ഞപ്പോൾ അവനും അവന്റെ ഭൃത്യന്മാരും ഏറ്റവും ഭയപ്പെട്ടു എന്ന് 8-ാം വാക്യത്തിൽ കാണുന്നു. ദൈവം തന്നെ അവന്റെ ഹൃദയ പരമാർത്ഥതയെ സാക്ഷ്യപ്പെടുത്തുന്നു. അബീമേലെക്ക് തന്റെ വഴികളിൽ വിശ്വസ്തനും നേരുള്ളവനും ആയിരുന്നതിനാൽ തന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം അവനെ തടുത്തു. ഇവിടെ ഒരു വലിയ ആത്മീക സത്യം കാണുന്നു. നാം ചെയ്യുന്ന എല്ലാറ്റിലും ദൈവം മുൻപാകെ വിശ്വസ്തരും നേരുള്ളവരുമായി ഹൃദയ പരമാർത്ഥതയുള്ളവർ ആയിരുന്നാൽ അബദ്ധത്താലുള്ള പാപത്തിൽ വീഴാതെ ദൈവം നമ്മെ സൂക്ഷിക്കും. അവൻ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ സൂക്ഷിക്കുന്നു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. ദാവീദ് ബേത്ശേബയുടെ കാര്യത്തിൽ നിഷ്കളങ്കമായോ പരമാർത്ഥമായോ അല്ല പ്രവർത്തിച്ചത്. അവൻ കഠിന പാപത്തിൽ വീണു എങ്കിലും, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും എന്ന് സങ്കീർത്തനം 51:10-ലും 19:12-13 വാക്യങ്ങളിൽ കാണുന്നു. ആയതിനാൽ പ്രിയ ദൈവമൈതലേ, നീ എന്ത് ചെയ്താലും ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ പ്രവർത്തിക്കുക. നീ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഹൃദയം നിന്നെ കുറ്റം വിധിക്കരുത്.
ദൈവഭയം ദോഷത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാനായി കഴിയുന്നു. ആയതിനാൽ ദൈവഭയത്തോടെ ഹല്ലേലൂയ ആമേൻ ദോഷത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് കർത്താവേ ദൈവഭയത്തിൽ ദോഷം വിട്ട് അകന്ന് ജീവിക്കുവാൻ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് തക്ക സമയം മറുപടി നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സകല ജനത്തെ നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം എന്നുള്ള പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.